നഷ്ടങ്ങളൊക്കെ വേദനകളാണോ വിശ്വനാഥ? വേദനകളൊക്കെ നമ്മൾ സ്വയം സഹിക്കുക. കൊച്ചുമോൻ വരുന്നൂന്ന് കേട്ടപ്പോൾ തുടങ്ങി കാണുന്നതല്ലേ ഗോപിയുടെ ഈ വെപ്രാളവും സന്തോഷമൊക്കെ. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോൻ തിരിച്ചു വരുമെന്ന് ഞാൻ ആശിച്ചടോ, വന്നില്ല. പണ്ട് മുതലേ അവനൊരു പിടിവാശിക്കാരനായിരുന്നു. പരാതികളും പരിഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അവൻ്റെ അമ്മയോടായിരുന്നു. പക്ഷേ എല്ലാം അങ്ങോട്ട് മറക്കുക, ക്ഷമിക്കുക. പുതിയ തലമുറയാ. ഇപ്പോഴും ഞാൻ നന്നായി ഓർക്കണു, എന്നെ പാടെ അവഗണിച്ചുകൊണ്ട് ഈ തറവാട്ടിൽ ജോലിക്ക് തന്നെ ജാനുവിൻ്റെ കൈയും പിടിച്ച് ഈ പടിയിറങ്ങിയപ്പോൾ തകർന്നതെൻ്റെ മനസ്സാടോ. ഈ തറവാടിൻ്റെ അഭിമാന. വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടലില് പിടിവാശികളൊക്കെ അലിഞ്ഞു, ഇല്ലാണ്ടായി. ഇനിയുള്ള കാലം മുഴുവൻ എൻ്റെ കൊച്ചുമോനോടൊപ്പം എല്ലാം മറന്ന് കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെ, അവനിപ്പോ എൻ്റെ ഗോപിയെ പോലെ തന്നെ ആയിരിക്കുമല്ലേ? എന്തൊക്കെയായാലും സ്വന്തം രക്തമല്ലേ, എല്ലാം മറന്ന് അവനെ അങ്ങോട്ട് സ്നേഹിക്കുക. ദാ വരണു. മോനെ, കുട്ടിയെ. മുത്തശ്ശ, ഒരുപാട് വൈകിപ്പോയി മുത്തശ്ശ, ഒരുപാട് വൈകി. ഒരിക്കൽ പോലും മുത്തച്ഛനെ വേദനിപ്പിക്കണമെന്ന് അച്ഛൻ കരുതിയിട്ടുണ്ടാവില്ല. അച്ഛനെ ശപിക്കരുത്. ആ ശാപം ഏറ്റുവാങ്ങാൻ ആ ആത്മാവിന് ശക്തി ഉണ്ടാവില്ല. ശപിക്കേ? എനിക്കതിൽ കഴിയില്ല കുട്ടിയെ, ഇല്ല. എൻ്റെ മോനെ പിരിയാനുള്ള ദുഃഖം കൊണ്ടാണ് ഞാൻ അന്ന് എതിര് നിന്നത്. പിന്നെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ നാണം കെടുമല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത മകനാണെന്ന് ഞാൻ ഓർത്തില്ല ഞാൻ. എൻ്റെ മനസ്സ് ഇന്ന് വേദനിക്കുകയാണ് കുട്ടിയെ. എന്താ എന്താ ഈ കാണിക്കണേ? വിടുക വിടുക. മുത്തച്ഛനും കൊച്ചുമോനും കെട്ടിപ്പിടിച്ച് കരയാ. കുട്ടികൾ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, അവര് പോയി വിശ്രമിക്കട്ടെ. കുട്ടികൃഷ്ണ, ലേ രാധേ, വണ്ടിന്ന് അവരുടെ ലഗേജെല്ലാം എടുത്ത് അവരുടെ മുറി കൊണ്ടുവന്ന് വെച്ചോളൂ. ചെല്ല് ചെല്ല്, കുളിച്ചൊന്ന് ഫ്രഷ് ആവും, വിശ്രമിക്ക്. മുത്തച്ഛനൊന്ന് പിടിച്ചോളൂ കേട്ടോ. വയ്യേ.
ഒക്കെ നോക്കി കണ്ടോളൂ കേട്ടോ കുട്ടികളെ. ഒരു പടം പിടിക്കാനുള്ളതുണ്ട്. ഈ കാണാവുന്ന സ്ഥലം മുഴുവൻ നമ്മുടെ ആയിരുന്നു. ദേ ഇപ്പോൾ ഇതെല്ലാം പട്ടത്തിന് കൊടുത്തിരിക്കുക. ഓരോ അവസ്ഥകളെ എന്താ ചെയ്യുക. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ചരിത്രത്തിൽ വിശിഷ്ടമായിട്ടുള്ളൊരു സ്ഥാനം നമ്മുടെ തറവാടിനുണ്ട്. അവഗണിക്കാൻ പറ്റാത്തൊരു സ്ഥാനം. മോളെ രാധേ, നീ അതവിടെ ഇട്ടിട്ട് നിന്റെ അച്ഛനോടൊരു ചക്കിടാൻ പറയാ. എത്ര ചക്കയാ തമ്പ്ര? ഒരെണ്ണെന്ന് പറഞ്ഞാല് വേഗം ചെല്ലടി. ആ എടാ ശങ്കരാ, മൂത്ത ചക്ക നോക്കി ഒരെണ്ണം കൂടെ ഇട്ടേ. ഒരെണ്ണം മതി ഇട്ടോ. ആ എന്താ ഒരെണ്ണം പോരെ? അയ്യോ അത് മതി. ആ കാണുന്ന പഴയ വീട് ആരുടെ മുത്തച്ഛ? ആ അതും കുട്ടിയുടെ തന്നെയാ. കുട്ടിയുടെ അമ്മയുടെ വീട്. നോക്കാൻ ആളില്ലാണ്ട് വന്നപ്പോൾ പല ഭാഗങ്ങളും പൊളിഞ്ഞ് വീണു തുടങ്ങി. ഈയിടെയായിട്ട് ഒറ്റപ്പാലത്തുനിന്നും ഷൊർണൂരിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വീടിനും പറമ്പിനും വില പറഞ്ഞു വരണ്ടേ. യഥാർത്ഥ അവകാശം ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ് ഞാൻ അവരെ അങ്ങോട്ട് പറഞ്ഞയച്ചു. നന്നായി. എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി എനിക്ക് കിട്ടുന്ന അമൂല്യമായ സമ്പത്തല്ലേ അത്. നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. നിങ്ങളായിട്ട് ഒന്നിനും തുടക്കം വയ്ക്കണ്ട. കൃഷ്ണൻ കണിയാരോട് വരാൻ പറയാം. അയാൾ വരട്ടെ, എന്നിട്ട് മതി. എന്താ പോരെ? ഓ ഞങ്ങളെ സസ്പെൻസിൽ നിർത്താതെ ഒന്ന് തെളിച്ചു പറയും മുത്തച്ഛ. അതേ കുട്ടിയെ, ഈ കാലങ്ങളായിട്ട് വീടിൻ്റെ പരിസരത്ത് പകല് പോലും ആരും വരാറില്ല. രാത്രിയിൽ തീപ്പന്തങ്ങളിങ്ങനെ പറന്ന് നടക്കണ്ടത്രേ. ആ വീട്ടിലെ യക്ഷിബാധ ഉണ്ടെന്ന് ആൾക്കാർ പറയണത്. എനിക്ക് പേടിയില്ല. എന്നാ പേടിക്കണ്ടേ? വേണം താനും ഇല്ലേ? ഓ മുത്തശ്ശനും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഇത് ഗ്രാമമാണ് കുട്ടിയെ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ എളുപ്പം അങ്ങോട്ട് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ ഇതറാവോ, നീ ഇതുവരെ എവിടെയായിരുന്നു ആവോ? എന്തോ ഇത്തരം പ്രേതകഥകളൊന്നും വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കഴിയണ്ട, നീ ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. അതെ, നീ ഇങ്ങനെ ഈ പറമ്പിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത് കേട്ടോ. വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ചിരിക്കാൻ പറഞ്ഞാലോ കഴുതേ. ഞാൻ പറയണത് അങ്ങോട്ട് മനസ്സിലാക്കുക. ആയി ഇവനോട് 2 ചക്കിടാ ആരാ പറഞ്ഞേ? ഒരെണ്ണട്ടാവെന്ന് പറഞ്ഞില്ലടാ. ഒന്ന് ഞാനാണ് തമ്പുരാനെ. ദേശങ്കരം വീണു. വരിക, വല്ലതും പറ്റിയിട്ടുണ്ടാവോ? ഒന്നും മിണ്ടാതിരിക്കടാ. നിനക്ക് ചുമ്മാ തോന്നിയില്ല. അവിടെ ഒച്ച വിളിച്ചോണ്ട് പുറത്തുനിന്ന് നോക്കിട്ട് വരാം. അതെന്താണെന്ന് അത് യക്ഷിയായിരിക്കും. ഒന്ന് ചുമ്മാ ഇരിക്കടാ. ഒരു യക്ഷി. നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ ഇവിടെ ഇരുന്നു. ഏതായാലും ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഒറ്റയ്ക്ക് പോണ്ട, ഞങ്ങളും വരാം. ഞാൻ എന്താടി നിന്റെ ഉദ്ദേശം? എന്നെ ധിക്കരിച്ച് ഈ വീട്ടിൽ കഴിയാമെന്ന് നീ ഇനി വ്യാമോഹിക്കണ്ട. നിന്നെ പോലൊരു പെണ്ണിന് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണടി ഈ ബന്ധം. എന്താടി അയാൾക്കൊരു കുറവ്? മനുഷ്യത്വമുള്ളൊരു ഹൃദയം. ഒരു ശീലാവതി. അയാളല്ലാതെ പിന്നെ ആരാ നിന്നെ കെട്ടാൻ വരിക? വേണ്ട, എന്നാരും കെട്ടണ്ട. അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ തന്നെ കെട്ടിക്കോ. എടി എന്താ പറഞ്ഞ നീ? വേണ്ട, ഇത്രനാളും സഹിച്ചു. ഇനി എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. എന്റെ കാരുണ്യത്തിലാ നിങ്ങൾ ഇത്രനാൾ ഇവിടെ കഴിഞ്ഞത്. നിന്റെ കാരുണ്യത്തിലോ? അതെ, നിയമപ്രകാരം എന്റെ അപ്പൻ നിങ്ങളെ കെട്ടിയിട്ടില്ല. അഥവാ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുമില്ല. ഈ വീടിന്റെ പുരയിടത്തിന്റെ ഇപ്പോഴത്തെ അവകാശം ഞാനാ. ഇനി എന്നെ ഉപദ്രവിച്ച
നിന്റെ അച്ഛൻ രക്തം കണ്ട തല കറങ്ങി വീഴുമായിരുന്നു. സദാ നേരം വായനശാലയിലും പുസ്തകങ്ങളുടെ ലോകത്തുമായിരുന്നു എൻ്റെ മോൻ. അന്യജാതിയിൽപ്പെട്ടൊരു കുട്ടിയെ ഇഷ്ടമാണ്, അവളെ മാത്രമേ വേലി കഴിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കിങ്ങനൊരു മകനില്ല എന്ന് ഞാൻ അറുത്ത് മുറിച്ച് പറഞ്ഞു. അതാ ഉണ്ടായേ. അവസാനം രണ്ടുപേരും ബോംബയ്ക്ക് വണ്ടി കയറി. പിന്നീട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ മുത്തച്ഛന് തല കുനിക്കേണ്ടി വന്നു. കുട്ടിയെ, അന്ന് ഗോപിയെ സഹായിക്കാൻ പിന്നിൽ ഞാനുണ്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോ ആദ്യമൊക്കെ എന്നോടും പരിഭവം ദേഷ്യമൊക്കെ ആയിരുന്നു. ഒറ്റപ്പെട്ടു എന്നൊരു തോന്നലുണ്ടായപ്പോ മനസ്സിലെ വാശിയും ദേഷ്യവും ഒക്കെ തീർന്നു. ഇന്ന് ചെയ്തതെല്ലാം തെറ്റായിപ്പോയി എന്നൊരു തോന്നല്. പിന്നെ കുറേ കാലങ്ങളായിട്ട് അവൻ്റെ വരവും കാത്തിരിക്കുകയാണ് ഞാനേ. മനസ്സിലാവുണ്ടോ കുട്ടിക്ക്? ഗോപിയുടെ പുനർജന്മം തന്നെയല്ലേ ശ്യാം? മകന് കൊടുക്കാനായി കാത്തുവച്ചിരിക്കുന്ന സ്നേഹവും വാത്സല്യവും ഇനി കൊച്ചുമോന് കൊടുത്തൂടെ? ആ, എന്താടോ നേതാവേ, ഈയിടെയായിട്ട് ക്ലബിലേക്കൊന്നും കാണാറില്ലല്ലോ. എന്തോ സംഭാവനയോ? താൻ വിളിച്ചപ്പോഴേ ഞാൻ കരുതി പണത്തിൻ്റെ കാര്യത്തിനായിരിക്കുമെന്ന്. എടോ, ഞങ്ങളെപ്പോലുള്ള പാവ മുതലാളിമാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ടാ തന്നെ പോലുള്ളവർ ഭരണചക്രം തിരിക്കുന്നതെന്ന കാര്യം താൻ മറക്കണ്ട. ഓക്കെ ഓക്കെ, ആ ആ നമുക്ക് ക്ലബിൽ വെച്ച് കാണാം. ഓക്കെ. അല്ല, നിങ്ങളെപ്പോ വന്നു? വാ വാ, ഇരിക്കിരിക്കി. ചുണക്കുട്ടികൾ. പക്ഷെ ബോംബെ പോലെ കേരളത്തെ, പ്രത്യേകിച്ച് ഈ ഗ്രാമത്തെ കാണരുത്. പിന്നെ നിങ്ങളെ ഞാൻ വിളിച്ചു വരുത്തിയത് വേറൊന്നിനുമല്ല. വളച്ചുകെട്ടില്ലാത്ത കാര്യം പറയാം. നിങ്ങളുടെ ആ സ്ഥലം വെക്കുന്നുണ്ടോ? ഞാൻ എടുത്തോളാം. നാട്ടു നടപ്പുള്ള വില. പിന്നെ അല്പം കൂടിയാലും ഞാൻ റെഡിയാ. പെട്ടെന്ന് പറയണ്ട, ആലോചിച്ച് സാവകാശം പറഞ്ഞാൽ മതി. ആലോചിക്കാനൊന്നുമില്ല, വിൽക്കുന്നില്ല. വാടാ. കരടി കരണൻ, അയാളുടെ ജാട എനിക്ക് എന്തോ വല്ലാത്ത ഇൻസൾട്ടായി തോന്നി. ഒന്നും മിണ്ടാതിരിയടാ. ദേ, ഒരു ശബ്ദം. എന്റെ ദൈവമേ, ഈശ്വരാ, ചതിച്ചോ? എടാ ശ്യാമേ, നീ എങ്ങോട്ടാ? അപ്പൊ നീയാണല്ലോ ഇവിടെ കറങ്ങി നടക്കുന്ന യക്ഷി. അയ്യോ, അത് ഞാനല്ല. വന്നേ, ചോദിക്കട്ടെ. പിന്നെ നീ എന്തിനാ ഈ സമയത്ത് ഇവിടെ വന്നേ? അയാളെന്നെ ഉപദ്രവിക്കാൻ വന്നിട്ടാ. ആര്? പറയാം, ഞാനെല്ലാം പറയാം. ആദ്യം എനിക്കിത്തിരി വെള്ളം വേണം. വാ. മാഷിനിന്ന് കണ്ടില്ലല്ലോ. അച്ഛൻ കുറച്ചു ദിവസത്തേക്ക് അല്പം ബിസിയാ. പെൻഷൻ അസോസിയേഷന്റെ എന്തോ തിരക്കില്ല. എന്തായി യക്ഷി, പുതിയ മൂവ്മെന്റ് വല്ലതും? എൻ്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം ഞാൻ കണ്ടെത്തിയേ മതിയാവും. ഏയ്, അത് യക്ഷിയൊന്നുമല്ല, ആ കുട്ടിയില്ലേ ലീന, അതിന്റെ പണി തന്നെയാ. ഞാനത് വിശ്വസിക്കില്ല. ആ കുട്ടി എനിക്ക് നന്നായി അറിയാം. ശരിയാ രേണു, ലീന എല്ലാം എന്നോട് പറഞ്ഞു. അവൾ പറഞ്ഞ സത്യ. ലീന ഒരു നല്ല കുട്ടിയാ. അവളുടെ അമ്മ മരിച്ചതിന് ശേഷം
അപ്പൻ രണ്ടാമത് കണ്ടെത്തിയ സ്ത്രീയാണ് റോസി. ആ സ്ത്രീയുടെ ഉദ്ദേശം ഒരു കുടുംബജീവിതമായിരുന്നില്ല. അപ്പോ ലീനയുടെ അപ്പച്ചനോടെ? മദ്യപാനം കൂടിയപ്പോൾ രോഗിയായി താമസിയാതെ മരിക്കുകയും ചെയ്തു. അത് റോസിക്ക് കൂടുതൽ സൗകര്യമായി. അങ്ങനെയായിരിക്കും കരുണൻ അവിടെ കേറി പറ്റിയത്. अब करण की नजर लीना पर है. കരുണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ആ വീട്ടിൽ പോയി ഒളിച്ചു നിന്നത്, അല്ലാതെ യക്ഷിയായി ആളുകളെ ഭയപ്പെടുത്താനല്ല. तो क्या लीना को भी शादी करके बॉम्बे ले चलेंगे? ठीक है. മുത്തച്ഛനറിയോ? ए, अंधा है क्या? दिखता नहीं है? ए? വേണ്ട വേണ്ട വേണ്ട. നിങ്ങൾ ബുദ്ധിയുള്ള പയ്യന്മാരാണെന്ന് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായി. പക്ഷെ ആ ബുദ്ധിയൊക്കെ കരണന്റെ മുമ്പിൽ തടസ്സം നിന്നിട്ട് വേണോ? ഒരു കാലത്ത് കരണൻ വെറും വട്ടപൂജമായിരുന്നു. അവിടെ നിന്നിപ്പോൾ കരണൻ മുതലാളി വരെയായി. ഇന്ന് കരണൻ മുതലാളി എതിർക്കാൻ ഇവിടെ ആർക്കും ധൈര്യമില്ല. എന്നെ എതിർത്തവരൊന്നും ഇന്നിവിടെ ഇല്ല. എന്റെ വഴിയിൽ നിങ്ങൾ തടസ്സം നിൽക്കരുത്. ഇനി നമ്മൾ തമ്മിൽ കാണാൻ ഇങ്ങനൊരു അവസരം സൃഷ്ടിക്കരുത്. കരുണനെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. വാ നമുക്ക് പോവാം. നടക്ക്. വരുത്തന്മാരൊക്കെ വന്ന വഴിയെ പോകും, അല്ലെങ്കിൽ പോകേണ്ടി വരും. മനസ്സിൽ വേണ്ടാത്തത് വല്ലതും ഉണ്ടെങ്കിൽ മറന്നോ. നീ കരുണനുള്ളതാ. കരുണൻ ആഗ്രഹിച്ചാൽ അത് നേടിയിട്ട് അടങ്ങൂ. നിന്നെ ഇപ്പൊ പൊക്കിയെടുത്തോണ്ട് പോയാലും ഒരു പട്ടി ഉണ്ടാവില്ല ചോദിക്കാൻ. അത് മറക്കണ്ട. നീ ഒരു പേടിത്തൂറിനാ. നിങ്ങൾ രണ്ടുപേരുള്ള പിന്നെ ഞാൻ പേടിക്കണെന്തിനാ? എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ കൂടെ. ബടിയാ. ഇന്ന് രണ്ടിലൊന്നറിയാം. ഇന്ന് യക്ഷിയെ നമ്മൾ പിടിക്കും. चलो चले. उधर है. देख. നീ പിന്നെ വരാമോ? നിക്കട നിക്ക്, ഞാനും വരാം. അരെന്താ വിടരുത്. കുറച്ച് വേഷം കേട്ടോക്കെ അയക്കടാ അയക്കടാ. പിടിക്കടാ. കുറെ നാളായോ യക്ഷിയായിട്ട് കളിക്കണം. പനക്കപ്പാറ യക്ഷി വേഷം കിട്ടി നടക്കുക. കരുണന്റെ കൊട്ടേഷന്റെ മുന്നേ ഞങ്ങൾ പൊളിക്കടാ. നടക്കുന്നു. അരെന്താ ആ സാരി എന്റെ കഴുത്തിട്ട് കൊടുക്കടാ. चल साले. ചവിട്ടി പൊടിക്കലാണ്. ഒരു കരുണ മുതലാളി അവന്റെ തനി നിറന്ന് കാണിച്ചു കൊടുക്കണം. എന്താ അവന്റെ വേഷം കെട്ട്? എന്താ എന്താ അവനാണ് കയറ്റി നിർത്തടാ. അങ്ങോട്ട് കയറി നിൽക്കടാ. എന്താ? ഈ ഗ്രാമത്തിലെ ജനങ്ങളെ കുറച്ചു വർഷങ്ങളായി ഭയപ്പെടുത്തിയ പനക്കപ്പാറ യക്ഷി അതാണിവർ. രഹസ്യമായി കള്ളവാറ്റ് നടത്തുന്ന സ്ഥലത്ത് നാട്ടുകാരും എക്സൈസുകാരും വരാതിരിക്കാൻ മെനഞ്ഞെടുത്തൊരു ബിസിനസ് തന്ത്രം. അതാണ് പനക്കപ്പാറ യക്ഷി. എങ്ങു നിന്നോ ഇന്നലെ കയറി വന്ന നീയൊക്കെ കുറച്ച് കള്ളത്തെളിവുണ്ടാക്കി നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. അവരത് വിശ്വസിക്കില്ല. ഇന്നലെയായിട്ട് കാണാൻ തുടങ്ങിയതല്ല അവര് കരുണനെ. അതുകൊണ്ടാ എല്ലാ തെളിവോടും കൂടി നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയത്. ഇനി തന്റെ അഭിനയൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. വാറ്റുകാലത്തിന് മുഴുവനും തല്ലി തരുന്നിട്ട ഞങ്ങൾ വരുന്നത്.
പണത്തിന്റെ പിൻബലത്തിൽ നിന്റെ കൂടെ വാലാട്ടിപ്പെട്ടികളില്ലേ നിന്റെ ഗുണ്ടകൾ അവരെവിടെ? അവരൊന്നും ഇനി 7 അയലത്ത് പോലും വരില്ല. വന്ന അവരോട് കണക്ക് പറയുന്നത് ഈ നാട്ടുകാരായിരിക്കും. മര്യാദക്കാണെങ്കിൽ നിനക്കോട് കഴിയാം, അല്ല മറിച്ചാണെങ്കിൽ നിനക്ക് ഈ ഗ്രാമം തന്നെ വിടേണ്ടി വരും. ഓർത്തോ? ഒരു കരുണം മുതലാളി. അവന്റെ ഒരു പത്രാസ് ഞാനൊന്ന് കൊടുക്കണം നീ കളിച്ചതാ. കണ്ടോളാടാ നിന്നെ. ആ കൈ തുരിച്ചു എന്നെ. ഏക മകന് നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നത്. ശ്യാമിന്റെ ഈ ആഗ്രഹം അങ്ങ് നിറഞ്ഞ മനസ്സോടെ നടത്തിക്കൊടുത്തൂടെ? നടത്തി കൊടുക്കും വിശ്വനാഥ, ഞാൻ നിറഞ്ഞ മനസ്സോടെ നടത്തി കൊടുക്കും. ചെയ്തതെല്ലാം തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കിയ ഒരു വൃദ്ധ മനസ്സിന്റെ തിരിച്ചറിവാണിത്. നന്നായി. ഒരു ദുരഭിമാനം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ മകനാ. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എൻ്റെ കൊച്ചുമോൻ്റെ ആഗ്രഹം ഞാൻ നടത്തിക്കൊടുക്കും. നിറഞ്ഞ മനസ്സോടെ ഞാൻ നടത്തിക്കൊടുക്കും. ആ ഇതാ അവര് വന്നല്ലോ. മുത്തച്ഛ, എന്നോട് ക്ഷമിക്കണം. ലീനയെ കരുണന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ മറ്റൊരു മാർഗവും ഞാൻ കണ്ടില്ല. കൊള്ള കൃഷ്ണ, അല്ലാണ്ട് നിനക്ക് ഇവളെ ഇഷ്ടപ്പെട്ടിട്ടല്ല അല്ലേ? മുത്തച്ഛ, ഞങ്ങൾ അനുഗ്രഹിക്കണം. വേണ്ട വേണ്ട മക്കളെ, നിങ്ങളുടെ ഈ സ്നേഹത്തിന് മുത്തച്ഛനെതിരല്ല. എൻ്റെ മകനെ പിരിയാനുള്ള ദുഃഖം കൊണ്ടാണ് ഞാനന്ന് എതിര് നിന്നത്. നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ വേലിക്ക് സമ്മതിച്ചത്. നന്നായി വരും, എൻ്റെ മക്കൾ നന്നായി വരും. ഞങ്ങൾക്ക് സന്തോഷമായി മുത്തച്ഛ. എന്നാൽ ഇനി വൈകിക്കുന്നില്ല. ഞങ്ങൾ ശരി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങട്ടോ. സ്നേഹമുള്ളൊരു മുത്തശ്ശന് ഇവിടെ കാത്തിരിപ്പുണ്ട്.